ഒരു ചെറിയ വ്ളോഗിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടുള്ളവർക്ക് അറിയാം, വിഷ്ണുവിനെ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്ന് പുള്ളിയുടെ വീട്ടിലൊരു ഫുഡിന് വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം എന്താണ് പരിപാടി. നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ പുള്ളിയുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വിഷ്ണുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബിരിയാണിയും കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം അത് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളെ വിളിച്ചൊരു ഫുഡ് തരുന്നത്. പല റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര സക്സസ്ഫുള്ളാണ് കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി എത്തി, ബാക്കിൽ വണ്ടിയൊക്കെ വരുന്നുണ്ട്. വീട് നോക്കാം എന്താ. വീട്ടിലെത്തി. കുക്കിംഗ് നടക്കുകയാണ് ഗൈസ്, കുക്കിംഗ്. നിന്റെ ഷൂട്ടിംഗ് ആളട്ട് ബിഹൈൻഡ് ദ സീൻസ്. നമ്മൾ വന്നപ്പോൾ തന്നെ മസാലയൊക്കെ അടുപ്പ് കയറിയിട്ടുണ്ട്. ഇനി അരി മാത്രം കഴുകി ഇട്ടാൽ മതി. നമ്മൾ ജീരകശാലയുടെ അരിയാണ് കഴുകിയെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മോനാണ് ബഹളം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അരി കഴുകി ഇടുന്നുണ്ട്. പിന്നെ അളവൊക്കെ അറിയുമ്പോൾ നമ്മളൊരു വിരൽ ഇങ്ങനെ മുക്കി നിർത്തിയില്ല, അങ്ങനെ ആദ്യത്തെ വരയിൽ നിൽക്കുന്ന കണക്കിലെ വെള്ളം ഒഴിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് അരി എടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കുക. 1.25 എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അളന്ന് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പറ്റിയ അബദ്ധത്തെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മളിപ്പോൾ ആ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ച്, ഇച്ചിരി കൂടുതൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല, നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച്, ഇതൊരു ദം ബിരിയാണി തന്നെ, അളിയൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്നാണ് പറയുന്നത്. എന്താകുമോ എന്തോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഈ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അരി വെന്തിട്ടുണ്ടോ നോക്കിയാൽ ഈ ഇത്രയും വെള്ളം മതിയോ നമ്മൾ അരി വേകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി പിന്നെയും അടച്ചു വെച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. ഇച്ചിരി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് കയറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം, അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നതിന് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബിരിയാണി ഈസിയായിട്ട്. ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള, നമ്മളത് റെസിൻസൊക്കെ വറുത്തത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഷെഫ് ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഫൈനലായിട്ട് ഒന്ന് നമ്മൾ വറുത്ത നെയ്യ് ഒന്നുണ്ടെങ്കിൽ അതും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഫ്രോൺ പാലിൽ കുതിർത്തി ഒഴിച്ചു കൊടുക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്, ടേസ്റ്റ് നോക്കുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ മോൻ തന്നെയാണ്. നമുക്ക് ആദ്യം കുഞ്ഞവന് കൊടുത്തിട്ട് അവൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പം തന്നെയാണ് മകനെ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ എന്താ പറയുക, അതൊരു പ്രത്യേക ഒരു വൈബാണ്. നമ്മൾ അപ്പനും മക്കളും ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫാമിലി മൂഡെന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമുക്ക് വരാനുണ്ട്, അത് നമ്മൾ ഫ്രണ്ട്സുമായിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഫാമിലി രണ്ടും ഡിഫറെൻറ്റ് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു വൈബ് തരുന്നൊരു ഫീലിംഗാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്നത് അടിപൊളി എക്സൈറ്റിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത്. സ്പെഷ്യൽ വീഡിയോ ആണ്. അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.